ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബ്രൂച്ച് വർക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ സിൽവർ കളർ ബോൾ ബീഡ്, ലോങ് ട്യൂബ്, ഐ സീക്വൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലൗസിൻ്റെ നെക്കിൽ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിൽ നിന്നും അടുത്തൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഐ സീക്വൻസ് എടുത്ത് അതിൽ 2 സൈഡ് ഹോൾ കാണും. അതിൻ്റെ ഒരു ഹോളിനകത്തുകൂടി ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ആ ഹോളിന് അവിടെ തന്നെ ഒന്ന് നീറ്റായിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത് ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് ബ്ലാക്ക് കളർ ത്രെഡ് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. മുകളിലത്തെ വശം 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോൾ ബീഡ് കൂടെ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് അടുത്ത് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നീഡിൽ സൈസ് നമ്പർ 10 ആണ്. നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ അകത്തുകൂടി 2-3 പ്രാവശ്യമെങ്കിലും നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതങ്ങനെ ഇളകി പോകാൻ പാടില്ല, അതുകൊണ്ട് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മുകളിൽ അത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വന്ന് അവിടെയും അതുപോലെ തന്നെ നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ലോങ് ട്യൂബ് എടുക്കാം. അതിങ്ങനെ നമ്മൾ ആ സൂചിയുടെ അകത്ത് കൂടി കോർത്തെടുത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് ചരിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 1-2 പ്രാവശ്യം അതും ഒന്ന് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ തന്നെ ഒരു ബോൾ ബീഡ് കൂടെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും അവിടെ വെച്ച് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ 2 ബീഡിനകത്തു കൂടെ തന്നെ നമുക്ക് അങ്ങ് ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും അവിടെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും അവിടെ ഒരു ലോങ് 2 ബീഡ് കോർത്ത് കൊടുത്തിട്ട് നേർക്ക് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെയും അതുപോലെ തന്നെ ഒരു ബോൾ ബീഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഗമ്മിട്ടൊന്നും ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല, ഫുള്ളിങ് സ്റ്റിച്ചിങ്ങിലാണ്. അതുകൊണ്ട് സ്റ്റിച്ചിങ് തന്നെ ഒന്ന് നീറ്റായിട്ട് 1-2-3 പ്രാവശ്യം ഓരോ ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതങ്ങ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ ഈ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുകളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണ്. എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലോങ് ട്യൂബ് ബീഡ് എടുത്ത് നെക്സ്റ്റ് സൈഡ് അതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ എൻഡിൽ ഒരു ബോൾ ബീഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞതുപോലെ 2.5 ഇഞ്ച് ഗ്യാപ്പിൽ ആ നെക്കിൽ ഫുള്ളും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പലതരത്തിലും നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ അത് സ്റ്റിച്ച് ചെയ്താൽ ആ ബീഡ്സൊക്കെ ഫിക്സ് ആയിരിക്കും തോന്നണോ അതുപോലെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 3 ലോങ് 2 ബീഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേർക്ക് മുകളിൽ വന്ന് അതിൻ്റെ എൻഡിൽ നമുക്കൊരു ബോൾ ബീഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്ക് നെക്ക് ഫുള്ളും ഞാൻ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് ഫ്രണ്ട് നെക്കിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് താഴ്ത്തി ഞാനൊരു ബോൾ ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഐ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു എൻഡ് അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് 3 ബോൾ ബീഡ് ചേർത്ത് കോർത്തെടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും നമുക്കവിടെ തന്നെ നീറ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ഐ സീക്വൻസ് ആണെങ്കിൽ ഞാൻ ഫ്ലവർ ഷേപ്പിൽ 3 പെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റിലുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് തന്നെ ചരിച്ച് വെച്ചിട്ട് വേറെ ഒന്നുകൂടെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 പെറ്റൽസ് പോലെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നമുക്കറിയാമല്ലോ ആ ഗ്യാപ്പിൽ വേണം നെക്സ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ 3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലോങ് ട്യൂബ് ബീഡാണ്. ലോങ് ട്യൂബ് ബീഡ് അതുപോലെ അതിൻ്റെ എൻഡിൽ ഒരു ബോൾ ബീഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് നമുക്ക് പഴയതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ
അതിനേക്കാളും ശകലം താഴ്ത്തിയിട്ട് നെക്സ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഇതുപോലെ 2 സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 വശവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൊങ്ങിയിരുന്ന് താഴെ വെറുതെ കിടക്കും പോലെ തോന്നി. അപ്പോൾ ശരി, കുറച്ചുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ലോങ് ട്യൂബ് ബീഡ് തന്നെ നമുക്ക് താഴേക്ക് കുറച്ച് അകലം കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ താഴേക്ക് ഒരു ലോങ് ട്യൂബ് ബീഡും ഒരു ബീഡും നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് ചരിച്ച് ഫസ്റ്റിലുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ബീഡ് കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൈഡും അതുപോലെ തന്നെ ഒരു ലോങ് ട്യൂബ് ബീഡും ഒരു ബീഡും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് താഴ്ത്തിയിട്ട് ഒരു ലോങ് ട്യൂബ് ബീഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ റെഡി. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ടൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്ലീവിൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.